നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ ബാങ്ക് നിഫ്റ്റി സീവിയർ സെൽ ഓഫ് നടത്തി നിക്ഷേപകരെ വലിയ തോതിൽ ആശങ്ക ഉളവാക്കി. എന്നാൽ ഇന്ന് അതേ ബാങ്ക് നിഫ്റ്റി തന്നെ വളരെ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്ന് നിക്ഷേപകരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ന് യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരും. ജപ്പാൻ മാർക്കറ്റ് 1000 പോയിന്റിൻ്റെ റാലിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. കൊക്കക്കോള, ഷോപ്പിഫൈ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് ഇന്ന് യു എസിൽ നിന്ന് വരാനുണ്ട്. ബിറ്റ്കോയിൻ 2021 ശേഷം ഏകദേശം ഒരു 50,000 എന്ന് പറയുന്ന റേഞ്ച് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ മൊമെൻറ്റിലുള്ള ഗ്ലോബലായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ന്യൂസുകൾ. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരാം. ഇന്ത്യൻ മാർക്കറ്റുള്ള ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റി 127 പോയിന്റ്, സെൻസെക്സ് 482 പോയിന്റ്, നിഫ്റ്റി ബാങ്ക് 620 പോയിന്റിൻ്റെ ശക്തമായ റാലി. കോൾ ഇന്ത്യ, യു പി എൽ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 4.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ നമുക്കറിയാം ഇപ്പോൾ Q3 റിസൾട്ടിൻ്റെ കാലഘട്ടമാണ്. മോശം റിസൾട്ടാണെങ്കിൽ മാർക്കറ്റ് കണക്കിന് ശിക്ഷിക്കുന്ന ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. ഹിൻഡൽകോ 12% ഫോള്, ഗ്രാസിം 4%, അൾട്രാടെക് സിമെൻറ്റ്, ഡിവിസ് ലാബ്, BPCL തുടങ്ങിയ കമ്പനീസ് 1% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി ഇന്ന് റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും ഇന്ന് വെറുതെ ഒന്ന് റാലി രേഖപ്പെടുത്തുകയായിരുന്നില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നിഫ്റ്റി ഓപ്പൺ ചെയ്തു, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ നമുക്ക് തോന്നി ഇന്നലത്തെ അതേ സെൽ ഓഫ് ആണോ ഇന്ന് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ പോക്ക്. പിന്നീട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പതിയെ മുകളിലേക്ക് പോയി. നിഫ്റ്റി കാണാം 21,550 ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ശക്തമായി മുകളിലേക്ക് പോയി. വീണ്ടും മാർക്കറ്റ് 21,650 റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പോയിട്ടുണ്ട് മുകളിലേക്ക്. ബാങ്ക് നിഫ്റ്റിയും സമാനമായ രീതിയിൽ 44,800 ലോ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 45,400 മുകളിലേക്ക് പോയി. വീണ്ടും 45,000 സപ്പോർട്ട് എടുത്തു. വീണ്ടും 45,600 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും വളരെ വലിയ രീതിയിലുള്ള വോളറ്റിലാണ്. വിക്സ് 16 അതിൻ്റെ ഗുണം മാർക്കറ്റിൽ ഇപ്പോൾ കാണാനുമുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. 21,749. ഇപ്പോൾ നിഫ്റ്റിയുടെയാണ് നമ്മൾ നോക്കുന്നത്. 21,741 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 22,000 ഹയർ വലിയ ലെങ്ത് ഉള്ള ഒരു റെഡ് ക്യാൻഡിൽ കാണാം. കോള് ഷോർട്ട് ചെയ്ത ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ PCR സ്റ്റിൽ 0.7 കോള് 5.23 CR, പുട്ട് 3.75 CR. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 21,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 45,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ട്. 44,000 നമ്മൾ ഇന്നലെ കണ്ട 44,000 കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുണ്ട് സപ്പോർട്ട് സോൺ. റെസിസ്റ്റൻസ് സോൺ 46,000 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 46,500, പിന്നീട് 47,000 വലിയ ലെങ്ത് ഉള്ള റെഡ് ക്യാൻഡിൽ കാണാം. അത് കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് വേഗം നോക്കുമ്പോൾ ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം. ഗോൾഡ് $8 ഉയർന്ന് $2,028 പെർ ഔൺസ്. ഏറ്റവും ആദ്യം ഓസ്ട്രേലിയ ആണ്, അത് ഫ്ലാറ്റാണ്. കൊറിയ കാണാം. നിക്കി 1000 പോയിന്റ് റാലി കാണാം. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഡാക്സ്, CAC 40, FTSE തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ്. MOX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ 2000 പോയിന്റ് റാലി രേഖപ്പെടുത്തി 50,000 ക്രോസ് ചെയ്തു. ഇന്ത്യ ബിക്സ് എന്നിട്ട് 1.5% ഫോൾ ഉണ്ടായി 15.8. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 64 പോയിന്റിലാണ് ഇപ്പോൾ ഡോ ഫ്യൂച്ചറിൻ്റെ നിൽപ്പ്. അപ്പോൾ വളരെ വലിയ രീതിയിലൊരു വോളറ്റിലാണ് ഇന്ത്യൻ US മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഡേറ്റ. ഇനി യൂറോസോണിൽ എല്ലാം തന്നെ ഒരുപാട് ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ കലണ്ടർ കാണാം. ട്യൂസ്ഡേ CPI ഇൻഫ്ലേഷൻ 7 PM ഇന്ത്യൻ സമയമാണ്. എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സമയമാണ്. അതുപോലെ തന്നെ ഇന്ന് എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്, ജർമ്മനിയുടെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. UK അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റും ഉണ്ട്. പിന്നീട് നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, നാളെ യൂറോസോണിലെ GDP, നാളെ UK ഇൻഫ്ലേഷൻ, നാളെ WPI ഇൻഫ്ലേഷൻ ഇന്ത്യയുടെ, അങ്ങനെ ഒരുപാട് എല്ലാ രാജ്യങ്ങളുടെയും അതാത് ഈവൻറ്റുകൾ നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിലെ ഗ്ലോബൽ ഈവൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റും പോയി ചെക്ക് ചെയ്യാം. അതുമാത്രമല്ല ഡിവിഡൻഡ് ഡീറ്റെയിൽസും അങ്ങനെയുള്ള ഒരുപാട് ഉപകാരമുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കോഴിക്കോട് വെച്ച് ഓഫ്ലൈൻ ക്ലാസ് നടന്നു. ഈ ഞായറാഴ്ച കൊച്ചിയിലെ ഇതേ ഓഫീസിൽ, ഞാനിപ്പോൾ ന്യൂസ് ചെയ്യുന്ന ഇതേ ഓഫീസിലാണ് നമ്മുടെ ഈ ഞായറാഴ്ച നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ ഈസി ആയിട്ട്
നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിച്ചെടുക്കാം. 6 മാസത്തെ സപ്പോർട്ട് ഉണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോകാം. ആദ്യമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് അങ്ങനെ ഇന്ത്യയിലെ ഓൾറെഡി തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണെങ്കിൽ കൂടിയും 20 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് നേടുന്ന ആദ്യത്തെ ഒരു കമ്പനിയായിട്ട് റിലയൻസ് മാറി. ഇന്ന് റിലയൻസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2947 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലാണ് റിലയൻസ് ഉള്ളത്. ഈ ഒരു കാലഘട്ടങ്ങളിൽ റിലയൻസിൻ്റെ വളർച്ച നമ്മൾ കണ്ടു. കോവിഡ് സമയത്തെല്ലാം തന്നെ ഏകദേശം ഒരു 900 റേഞ്ചിൽ നിന്ന് റിലയൻസ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി 2000 വരെ പോയതിനു ശേഷം വീണ്ടും റിലയൻസ് കൺസോളിഡേറ്റ് ചെയ്തു. പിന്നീട് റിലയൻസിന് വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സാണ് ഇന്ത്യൻ വിപണിയിൽ EV കാറുകൾക്ക് വലിയ തോതിൽ റവല്യൂഷൻ നടത്തിയ ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അവരുടെ നെക്സൺ ഏകദേശം ഇന്ത്യൻ നിരത്തുകളിൽ ഇപ്പോൾ നമുക്ക് ഓരോ 2 സെക്കൻഡും 3 സെക്കൻഡും ഒരു നെക്സൺ കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ റവല്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. എന്നാൽ ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ന്യൂസ്, അവരുടെ നെക്സൺ ഉൾപ്പെടെയുള്ള EV കാറുകളുടെ വില ഏകദേശം ഒരു 1,20,000 രൂപ വരെ കമ്പനി കുറയ്ക്കുന്നു എന്നുള്ള ന്യൂസാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി അതിശക്തമായിട്ട് റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും ഇന്ന് ടാറ്റ മോട്ടോഴ്സ് റാലി രേഖപ്പെടുത്താത്തതിൻ്റെ ഒരു കാരണം, കമ്പനി നൽകുന്ന ഒരു വിശദീകരണം EV ബാറ്ററികളുടെ എല്ലാം തന്നെ വില കുറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ കാരണം മാരുതി ഈ ഒരു EV സെഗ്മെൻറ്റിലേക്ക് കടന്നു വരികയാണ്. മാരുതിയുടെ EV സെഗ്മെൻറ്റിലുള്ള കാറ് അവർ EVX എന്ന് പറയുന്ന ഒരു SUV കാറ് ഏകദേശം ക്രെറ്റയോടും നെക്സനോടും എല്ലാം തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു കാറ്. ടൊയോട്ടയുടെ ആ ഒരു ടെക്നോളജിയിൽ ഇരു കമ്പനികളും ധാരണയായിട്ട് വരുന്ന ഈ ഒരു കാറിന് ഒരു പ്രത്യേകതയുണ്ട്. 500 കിലോമീറ്ററാണ് ഒറ്റ ചാർജിലുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് വില കുറയ്ക്കാനും മാരുതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ശക്തമായൊരു ന്യൂസിനും ഓട്ടോ സെക്ടറിൽ നിന്ന് ഉള്ളത്. BHEL കമ്പനി നെറ്റ് ലോസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 163 കോടി രൂപ നെറ്റ് ലോസ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹയർ എക്സ്പെൻസ് ആണ് നെറ്റ് ലോസ് വരാനായിട്ട് കമ്പനി നൽകുന്ന വിശദീകരണം. ഐഷർ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള മറ്റൊരു കമ്പനി. എൻഫീൽഡിൻ്റെ നിർമ്മാതാക്കൾ നെറ്റ് പ്രോഫിറ്റ് വന്നു 34% ഇയർ ഓൺ ഇയർ. അറ്റാദായം വർദ്ധിച്ച് 996 കോടി രൂപ ആയിട്ടുണ്ട്. IPO വരുമ്പോൾ വൈഭവ് സ്റ്റീൽ IPO ഏകദേശം 20 മടങ്ങ് അധികമായിട്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ബോഷ് ഓട്ടോമൊബൈൽ കമ്പോണൻ്റ് കമ്പനി, ബോഷിൻ്റെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 62% ഉയർന്നു. കമ്പനി 205 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സൈമൻസ് നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 505 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 4825 കോടി രൂപ കരസ്ഥമാക്കി. ബിറ്റ്കോയിൻ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ 50,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. 2021 ശേഷം ETF-ൻ്റെ ശക്തമായ ഒരു ഡിമാൻഡ് ആണ് ബിറ്റ്കോയിൻ ഉയരാനായിട്ട് കാരണം. എക്കണോമിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു. 3 മന്ത് ലോ ആണ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 3.8% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ബോംബെ ബർമ എന്ന് പറയുന്ന ഒരു ടീ കമ്പനിയാണ് അത്. ടാറ്റ കോഫി പോലുള്ളൊരു കമ്പനി. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഉയർന്ന് 450 കോടി രൂപ കരസ്ഥമാക്കി. HPL ഇലക്ട്രിക് കമ്പനി ഇവർക്ക് ഇന്ന് 10% ഗെയിൻ ഉണ്ടാക്കിയ കമ്പനിയാണ്. 181 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. L&T കമ്പനിയുടെ എനർജി സെഗ്മെൻറ്റിന് മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു മേജർ ഓർഡർ കിട്ടിയിട്ടുണ്ട്. വിപ്രോ 60% സ്റ്റേക്കാണ് അഗ്നി ഗ്ലോബലിലെ $66 മില്യൺ കൊടുത്ത് അക്യൂർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ന്യൂസാണ്. IT-യിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള വിപ്രോനെ സംബന്ധിച്ചുള്ളത്. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി 80 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. രാഷ്ട്രീയ കെമിക്കൽ കമ്പനി 240 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ഓയിൽ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്ന് 2608 കോടി രൂപയുടെ അറ്റാദായം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സമയം 7 മണിയായി. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് ഞാൻ ഇന്ന് കൂട്ടിയിട്ടുള്ളത്. കൂടാതെ തന്നെ ത്രോട്ടിൻ്റെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ മാറി കുറച്ച് വേഗത്തിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ആൾ.